ഹായ് ഗൈസ്, ഇന്നൊരു ഉള്ളിയച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് ചുവന്ന കളർ ഉള്ളിയച്ചാറല്ല, ബ്ലാക്ക് കളർ ഉള്ളിയച്ചാർ. ഭയങ്കര കഷ്ടപ്പാടായി ഉള്ളി അരിയാൻ. പിന്നെ എൻ്റെ ഐഡിയ പോയി അങ്ങനെ കരഞ്ഞ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് തീർത്ത്. ഇങ്ങനെ ഫാസ്റ്റായിട്ട് അരിയണമൊക്കെ എൻ്റെ സ്കില്ലാണ് ഗൈസ്. നിങ്ങൾക്ക് ഒന്നും ഒരു സ്ഥലത്ത് തന്നെ 2-3 പ്രാവശ്യം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിഷയമല്ല. ഇതിനായിട്ട് പച്ചമുളക്, ഉള്ളി, പുളി പിഴിഞ്ഞതൊക്കെ വേണം. ആദ്യം ഗ്യാസ് കത്തിക്കുക. ഇവിടെ സ്ഫോടനം തന്നെ ഞാൻ നടത്തിക്കും. എന്നിട്ട് അതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഒഴിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ അച്ചാർ ആദ്യമായിട്ട് കഴിക്കണ കൊച്ചി വെച്ച്. ഞങ്ങൾക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ 1 മാസം കൊച്ചിയിലായിരുന്നു. അവിടുന്ന് കമ്പനിയിലൊക്കെ വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ബിരിയാണി ഓർഡർ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഈ അച്ചാറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തോന്നിയത് ഒന്നും ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഉണ്ടാക്കാം, അതാകുമ്പോൾ യൂട്യൂബിൽ. പിന്നെ അതിൽ ഉപ്പും പച്ചമുളകും ഇടണം. പിന്നെ വേറെ പാത്രത്തിൽ ശർക്കര ഒഴിക്കണം. ഞാൻ 2 ശർക്കര ഒരുക്കിയേ. പിന്നെ പുളി പിഴിഞ്ഞതും ആ സവാളയിലോട്ട് ഇട്ടാണ്ട് നന്നായിട്ട് വഴറ്റണം. എത്രയാണോ എരിവ് വേണ്ടത് അതിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടി ഇടണം. അങ്ങനെ ശർക്കരപ്പാനി തിളച്ച്. ഈ ശർക്കരപ്പാനി ആ ഉള്ളിയിലോട്ട് ഒഴിക്കണവരെ നല്ലതായിരുന്നു. പിന്നെ ട്വിസ്റ്റ് സംഭവിച്ചു. എല്ലാം കൂടി മറിഞ്ഞു വീണ് മൊത്തത്തിൽ അവിടെ കോളാക്കി. ഉള്ള ശർക്കരപ്പാനിയും പോവും ചെയ്ത്. നിമ്മൻ്റെ കുറെ കേക്കും ചെയ്യും. പക്ഷെ നമ്മൾ തോറ്റു പോവില്ല. നമുക്ക് പ്ലാൻ ബി ഉണ്ട്. എന്താ, വേറെ ശർക്കരപ്പാനി വിളിക്കണം. എന്നിട്ട് ഞാൻ പിന്നെ അതിലൊഴിച്ച്. സാധനമൊക്കെ സെറ്റ് തന്നെ. ഇത് നല്ല മധുരവും പുളിയൊക്കെ പാടുള്ളതാ. കുറച്ച് പുളി കൂടിപ്പോയോ എന്നൊരു സംശയം. പക്ഷെ കുഴപ്പമില്ല. ആ പുളി അടവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി. കുറച്ച് നാച്ചുറൽ ആവട്ടെ എന്ന് വിചാരിച്ച് കയ്യിൽ ഒഴിച്ച് കയ്യും പൊള്ളിപ്പോയി. ശരിയല്ല, ഇന്നത്തെ ദിവസേ ശരിയല്ല. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.